സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസമേകാൻ അടിയന്തര ധനസഹായം ലഭ്യമാക്കിയിരിക്കുകയാണ് സർക്കാർ. തീരദേശ മേഖലയിലെ കുടുംബങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കുന്നതിനായുള്ള സമ്പാദ്യ സമാശ്വാസ പദ്ധതിയുടെ രണ്ടാം ഗഡുവായാണ് 20 കോടി രൂപ അനുവദിച്ചതായി സർക്കാർ ഇപ്പോൾ ഉത്തരവിറക്കിയത്. പ്രതികൂല കാലാവസ്ഥയും ട്രോളിംഗ് നിരോധനവും ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ തൊഴിൽ നഷ്ടപ്പെടുന്ന സജീവ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്കുള്ള ഉപജീവന മാർഗം ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കൂടാതെ പദ്ധതിക്കായി നടപ്പ് വർഷം ആകെ 62.463 കോടി രൂപയുടെ ഭരണാനുമതിയാണ് സർക്കാർ നൽകിയിരിക്കുന്നത്. ഇതിൽ നിന്നാണ് നിലവിൽ രണ്ടാം ഗഡു അനുവദിച്ചിരിക്കുന്നത്. മത്സ്യബന്ധനം സാധ്യമല്ലാത്തതും തൊഴിലില്ലാത്തതുമായ പഞ്ഞമാസങ്ങളിൽ തീരദേശത്തെ കുടുംബങ്ങളെ സർക്കാർ കൈവിടില്ലെന്നാണ് മന്ത്രി വി അബ്ദുൾ ഗഫൂറും ഇതു സംബന്ധിച്ച് വ്യക്തമാക്കിയത്. മത്സ്യത്തൊഴിലാളികളുടെ പട്ടിണി മാറ്റുകയും അടിസ്ഥാന സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യുന്നതിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നത്. പദ്ധതിയിലെ അർഹരായ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് തുക കൈമാറുന്നതിനുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്നും പദ്ധതിയുടെ മൂന്നാം ഗഡു അടുത്ത മാസം അനുവദിക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. നിലവിൽ കേന്ദ്ര വിഹിതമായ 10 കോടി രൂപയും സംസ്ഥാന വിഹിതമായ 10 കോടി രൂപയും ചേർത്താണ് ഇപ്പോൾ 20 കോടി രൂപ വിനിയോഗിച്ചിരിക്കുന്നത്. അർഹരായവർക്ക് എത്രയും പെട്ടെന്ന് ഈ തുക എത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതേസമയം അർഹമായ പരിഗണന ഇവർക്ക് ലഭിക്കുന്നില്ല എന്നായിരുന്നു മുതലപ്പുഴയിൽ കാണാതായ മത്സ്യത്തൊഴിലാളികളുടെ വിഷയത്തിൽ പ്രധാനമായും ഉയർന്നു വന്നിരുന്ന ആരോപണം. ഇതിന് പിന്നാലെയാണ് രണ്ടാം ഗഡുവായ 20 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്ട്രേഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.